ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 10ാമത്തെ ചാപ്റ്റർ പരീക്ഷയാണ്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഓഥറിനെ കുറിച്ച് വായിക്കാം. हिंदी के एक महान लेखक और कथा सम्राट के नाम से प्रसिद्ध प्रेमचंद का वास्तविक नाम धनपत राय था. ഹിന്ദിയിലെ മഹാനായ ലേഖകനും കഥാസമ്രാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ പ്രേംചന്ദ്, അദ്ദേഹത്തിൻ്റെ ശരിക്കത്തെ പേര് ധനപത് റായ് എന്നാണ്. उन्होंने समाज सुधार और राष्ट्रीय भावना से ओतप्रोत कई कहानियाँ और उपन्यास लिखी. അദ്ദേഹം സമാജ് സുധാർ സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ചും രാഷ്ട്രീയ ഭാവനയും നിറഞ്ഞ കൈ കഹാനിയ പല കഥകളും ഉപന്യാസവും എഴുതിയിട്ടുണ്ട്. उनकी अनेक कहानियाँ जैसे ईदगाह, बड़े भाई साहब, गुल्ली डंडा और दो बैलों की कथा आदि बड़े और बच्चों के बीच बहुत पढ़ी और सराही गई है. അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളായ ഈദ്ഗാഹ്, ബഡി ഭായ് സാബ്, ഗുല്ലി ഡണ്ട और दो बैलों की कथा ആദി കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ഇടയിൽ വായിക്കുന്നതും പ്രശംസിക്കപ്പെടുന്നതുമാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. परीक्षा. जब रियासत देवगढ़ की दीवान सरदार सुजान सिंह बूढ़े हो गए तो परमात्मा की याद आई. റിയാസത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ദേവ്ഗഡ് എന്ന സ്റ്റേറ്റിലെ ദീവാനായ സർദാർ സുജാൻ സിംഗിന് പ്രായമേറിയപ്പോൾ അദ്ദേഹം ദൈവത്തിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിന് അത്രയും പ്രായമായിരുന്നു. जाकर महाराजा से विनय की कि दीन बंधु, दास ने श्रीमान की सेवा 40 साल तक की. अब मेरी अवस्था भी ठहर गई. राजकाज संभालने की शक्ति नहीं रही. कहीं भूल चूक हो जाए तो बुढ़ापे में दाग लगे. सारी ജിന്ദഗി की നേക്നാമി മിട്ടി में मिल जाए. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ അങ്ങേക്ക് വേണ്ടി 40 വർഷം സെർവ് ചെയ്തു. ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് പ്രായമായി. രാജ്കാജ് ഗവർണൻസ് ഒക്കെ, അതായത് രാജ്യത്തിൻ്റെ അവരുടെ സ്റ്റേറ്റിൻ്റെ കാര്യമൊക്കെ നോക്കാനുള്ള ശക്തി എനിക്കില്ല. ഈ വയസ്സാം കാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാൽ, ഭൂരിച്ചോക്കെന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇത്രയും നാളുകൊണ്ടുണ്ടാക്കിയ നേക്നാമി, ഗുഡ് റെപ്യൂട്ടേഷൻ, നല്ല പേര്, സൽപ്പേര് എന്താ കളഞ്ഞു പോകും. രാജാ സാഹബ് अपने അനുഭവശീൽ നീതി കുശാൽ ദീവാൻ का बड़ा आदर करते थे. രാജാവ് നമ്മളുടെ അനുഭവശീല, എക്സ്പീരിയൻസ്ഡായ, നീതി കുശാൽ, എത്തിക്കലായ ദീവാനെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. ബഹുത് സംശായ, ഒത്തിരി അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾ തന്നെ എന്താ ദിവാനായിരിക്കണം, താങ്കൾ തന്നെ ദിവാനായി തുടരണമെന്ന് കുറേ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. ലേക്കിൻ ജബ് ദിവാൻ സാഹബ് ने ना माना तो हार कर उनकी प्रार्थना स्वीकार कर ली. പക്ഷേ ദിവാൻ സാബ് സമ്മതിച്ചില്ല. അവസാനം രാജാവിനെ അദ്ദേഹത്തിൻ്റെ തോൽവി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. पर शर्त यह लगा दी कि रियासत के लिए नया दीवान आप ही को खोजना पड़ेगा. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ച്, എന്താ, സ്റ്റേറ്റിലേക്കുള്ള ദീവാനെ താങ്കൾ തന്നെ കണ്ടെത്തണമെന്ന്. दूसरे दिन देश के प्रसिद्ध पत्रों में यह विज्ञापन निकला कि देवगढ़ के लिए एक सुयोग्य दीवान की ज़रूरत है. പിറ്റേ ദിവസം ദേശത്തിലെ പ്രസിദ്ധ പത്രങ്ങളിലൊക്കെ വിജ്ഞാപൻ, പരസ്യം, അഡ്വർടൈസ്മെൻറ്റ് വന്നു. എന്താ, ദേവ്ഗഡ് കെ ലിയേ സുയോഗ്യ ദീവാൻ കി സരൂരത്ത്, ദേവ്ഗഡിലേക്കൊരു സുയോഗ്യനായ, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ദീവാൻ്റെ ആവശ്യകതയുണ്ടെന്ന്. जो सज्जन अपने को इस पद के योग्य समझे वे वर्तमान सरकार സുജാൻ സിംഗ് की सेवा में उपस्थित हो. ആർക്കൊക്കെയാണോ അവർ ഈ പോസ്റ്റിലേക്ക്, ഈ പൊസിഷനിലേക്ക് ക്വാളിഫൈഡ് ആണ്, യോഗ്യരാണ് എന്ന് തോന്നുന്ന അവരൊക്കെ ഇപ്പോഴത്തെ ദിവാനായ സുജാൻ സിംഗിൻ്റെ അടുത്ത് പോയി പ്രസൻ്റ് ആകാൻ വേണ്ടി പരസ്യത്തിൽ പറയുന്നു. यह ज़रूरी नहीं है कि वे ग्रेजुएट हो, मगर हृष्ट पुष्ट होना आवश्यक है. मंदाग्नि के मरीज़ को यहाँ तक कष्ट उठाने की कोई ज़रूरत नहीं है. ആ ഗ്രാജുവേറ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല, അതായത് ഒരു ഡിഗ്രി വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ഹൃഷ്ട പുഷ്ടായിരിക്കണം, നല്ല ഹെൽത്തി ആയിരിക്കണം. പിന്നെ മന്ദാഗ്നി, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, മറ്റേ ദഹനത്തിന് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള, മരീസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ്, അതിൻ്റെ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. एक महीने तक उम्मीदवारों के रहन सहन, आचार विचार की देखभाल की जाएगी. ഉമ്മീദ്വാർ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഒരു മാസത്തേക്ക് ഈ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ. വിദ്യ കാ കം പരന്തു കർത്തവ്യ കാ അധിക് വിചാർ കിയാ ജായേഗാ.
നിങ്ങൾ എത്ര എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നല്ല ഇവിടെ നോക്കുന്നത്, നിങ്ങൾക്ക് എത്ര കർത്തവ്യ ബോധം ഉണ്ടെന്നൊക്കെ ആയിരിക്കും ഇവിടെ നോക്കുന്നത്. जो महाशय इस परीक्षा में पूरे उतरेंगे वे इस उच्च പദ് പർ സുശോഭിത് ഹോകെ. ആരാണോ ഈ പരീക്ഷ ജയിക്കുന്നത്, ഈ പരീക്ഷണങ്ങൾ പാസ്സാകുന്നത്, അവരായിരിക്കും ഈ ഉച്ചപതി വലിയ പൊസിഷനിൽ ഇരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്കായിരിക്കും ഈ പൊസിഷൻ ലഭിക്കാൻ പോകുന്നത്. ഇസ് വിജ്ഞാപനെ സാരേ മുൽക്ക് മേ തെഹൽക്ക മച്ചാ ദിയ. ഈ പരസ്യം മുൽക്ക് എന്ന നേഷൻ, ഫുൾ രാജ്യത്ത്, മുഴുവൻ രാജ്യത്ത് എന്താ തെഹൽക്ക, എന്താ പറയുക, ബഹളം ഉണ്ടാക്കുന്നൊക്കെ പറയില്ലേ. അതായത് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ ऐसा ऊंचा पद और किसी प्रकार की कैद नहीं, केवल नसीब का खेल है. അതായത് ഇത്രയും വലിയൊരു പൊസിഷൻ, ഇത്രയും വലിയൊരു ജോലി, പക്ഷേ ഒരു രീതിയിലുള്ള കണ്ടീഷൻസും ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ ഗ്രാജുവേറ്റ് ആകണം എന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ, വേറെ ഒരു കണ്ടീഷൻസും പറയുന്നുമില്ല. ഫുൾ കേവൽ നസീബ് കാ ഖേൽ ഹൈ, വെറും ഭാഗ്യത്തിൻ്റെ കളിയാണിത്. सैकड़ों आदमी अपना अपना भाग्य परखने के लिए चल खड़े हुए. നൂറിലധികം ആൾക്കാരെന്താ അവരുടെ ഭാഗ്യം പരക്കനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ദേവ്ഗഡ് में नए नए और रंग बिरंगे मनुष्य दिखाई देने लगे. ദേവ്ഗഡിലേക്കാണല്ലോ ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ വരുന്നത്, ഈ മത്സരാർത്ഥികളൊക്കെ വരുന്നത് ദേവ്ഗഡിലേക്കാണല്ലോ. അപ്പോൾ അവിടെ ഒത്തിരി പുതിയ ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങി. രംഗ് ബിരംഗി എന്ന് വെച്ചാൽ കളർഫുൾ. प्रत्येक रेलगाड़ी में उम्मीदवारों का एक मेला सा उतरता. പ്രത്യേക എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ട്രെയിനിലും വരുന്ന ഈ കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, ഒരു മേള പോലെയായിരുന്നു. അതായത് ഒത്തിരി പേര് വന്നു. कोई पंजाब से चला आता था, कोई मद्रास से, कोई नए फैशन का प्रेमी, कोई पुरानी सादगी पर मिटा हुआ. കുറച്ച് പേര് പഞ്ചാബിൽ നിന്ന് വന്നു, കുറച്ച് പേര് മദ്രാസിൽ നിന്ന്. അവിടെ വന്നവർ എങ്ങനത്തെ രീതിയിലുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് പഞ്ചാബിൽ നിന്ന് വന്നു, കുറച്ച് പേര് മദ്രാസിൽ നിന്ന്. പിന്നെ കുറേ പേരെന്താ പുതിയ ഫാഷൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറേ പേര് പുരാനി സാദിക്ക്, പണ്ട് കാലത്തെ സാദിക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. रंगीन हेमा में चोगे और नाना प्रकार के अंग रखे और कंटोप देवगढ़ में अपनी सच धज दिखाने लगे. അവരങ്ങോട്ട് വന്നവരൊക്കെ ഇട്ട ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇമാമ അതൊരു തരം റിലീജിയസ് ക്യാപ്പാണ്, ഒരു പഗടി പോലെയൊക്കെ തോന്നുന്നൊരു ക്യാപ്പാണ്. ചോഗെ റോബ്, ഓർ നാനാ പ്രകാരക്ക് അങ്ക്രക്ക് ലോങ് കോട്ട്, പിന്നെ കൺടോപ്പ് അത് ഒരു തരം തൊപ്പിയാണ്. അതൊക്കെ ദേവ്ഗഡിൽ കാണാൻ തുടങ്ങി. ലേക്കിൻ സബ്സെ വിശേഷ സംഖ്യ ഗ്രാജുവേറ്റ് കീ തി. എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാരായിരുന്നു ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. ഡിഗ്രി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പക്ഷേ കൂടുതലും ഡിഗ്രിയൊക്കെ ഉള്ളവരായിരുന്നു. ക്യോങ്കി സനത് കി കേദ് നാ ഹോനെ പർ ഭി സനത് സെ പർദാ തോ ഠകാ രഹത. അതായത് ഒരു ഡിഗ്രിയുടെ ഒരു കണ്ടീഷനൊന്നും ഇല്ലെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കിട്ടുമല്ലോ. അതുകൊണ്ട് വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടല്ലോ. सरदार सुजान सिंह ने इन महानुभावों के आदर सत्कार का बड़ा अच्छा प्रबंध कर दिया था. ഈ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള നല്ല എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഹരേക് മനുഷ്യ अपनी जीवन की अपनी बुद्धि के अनुसार अच्छे रूप में दिखाने की कोशिश करता था. അവിടെ വന്ന ഓരോരുത്തരും അവരുടെ ജീവിതം എന്താ അവരൊക്കെ എത്ര നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ 9 बजे दिन तक सोया करते थे. आजकल वे बगीचे में टहलते हुए उषा का दर्शन करता था. എന്ന വ്യക്തി അദ്ദേഹം പൊതുവെ വീട്ടിലാണെങ്കിൽ രാവിലെ 9 മണി വരെ കിടന്നുറങ്ങും. പക്ഷേ ഇവിടെ വന്നിട്ടെന്താ രാവിലെ ബഗീച്ച എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ ടെഹൽന എന്ന് പറഞ്ഞാൽ സ്ട്രോളിങ്ങിനെ വെറുതെ നടക്കില്ലേ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഗാർഡനിൽ നടക്കാനൊക്കെ തുടങ്ങി. എന്തിനാ? ഉഷാക്ക ദർശൻ കന്നെ, നേരം പുലർന്നു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഗാർഡനിലിറങ്ങി നടക്കാനൊക്കെ തുടങ്ങി. പൊതുവേ അദ്ദേഹം രാവിലെ 9 മണി വരെ ഉറങ്ങുന്നതാണ് വീട്ടിൽ. പക്ഷേ ഇപ്പം നല്ലൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടി രാവിലെ എണീക്കാൻ തുടങ്ങി. മിസ്റ്റർ ദാ സാ और जा से उनके घरों पर नौकरों के नाक में दम था. लेकिन ये सज्जन आजकल आप और जनाब के बगैर नौकरों से बातचीत नहीं करते थे. സാ ദാ ജാ എന്ന് പറഞ്ഞ 3 വ്യക്തികൾ അവരവരുടെ വീട്ടിൽ അവരുടെ സെർവൻസ്, അവരുടെ വേലക്കാരുടെ മേലെ വളരെ
മോശമായിട്ടൊക്കെ ആയിരുന്നു പെരുമാറുക. അവരെയൊക്കെ ഭയങ്കര കഷ്ടപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ, ഇവിടുത്തെ വേലക്കാരോട് ആപ്പ്, താങ്കൾ, എന്താ സാർ എന്നൊക്കെ രീതിയിൽ വളരെ റെസ്പെക്റ്റോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. मिस्टर ला को किताब से घृणा थी, परंतु आजकल वे बड़े बड़े ग्रंथ देखने पढ़ने में डूबे रहते हैं. ലാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പൊതുവെ പുസ്തകങ്ങൾ തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ അദ്ദേഹം വലിയ വലിയ പുസ്തകങ്ങൾ നോക്കാനും വായിക്കുന്നതിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. जिससे बात कीजिए वह नम्रता और सदाचार के देवता बना मालूम देता है. ആരോട് ഈ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആരോട് സംസാരിച്ചാൽ നമുക്ക് തോന്നും അവർ ഭയങ്കര പൊളൈറ്റും സദാചാരം നല്ല മനുഷ്യരെ പോലെയാണ് നമുക്ക് തോന്നുക, ദേവതകളെ പോലെയാണ് നമുക്ക് തോന്നുക. लोग समझते थे कि एक महीना का झंझट है, किसी तरह काट ले, कहीं कार्य सिद्ध हो गया तो कौन पूछता है. ഒരു മാസത്തേക്ക് അവരെന്താ തോന്നുന്നത്, അവർക്കെന്താ ഉള്ളിൽ തോന്നുന്നത്, ഒരു മാസത്തെ കാര്യമാണ്, എങ്ങനെയെങ്കിലൊക്കെ സഹിച്ച് പോവാം. ഇത് സംഭവം നടന്നു കഴിഞ്ഞാൽ ആര് ചോദിക്കാനാണ് ഞാൻ വീട്ടിലെങ്ങനെയാണെന്നൊക്കെ, എൻ്റെ റിയൽ സ്വഭാവം ആരും ചോദിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവർ ഈ മത്സരത്തിൽ മുമ്പിലെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നല്ല വ്യക്തിയാണെന്ന് കാണിക്കുകയാണ്. लेकिन मनुष्यों का वह बूढ़ा जौहरी हट में बैठा हुआ देख रहा था कि कौन इन बगलों में हंस कहाँ छिपा हुआ है. लेकिन मनुष्यों का वह बूढ़ा जौहरी എന്താ പറയുക, അവിടുത്തെ ഇപ്പോഴത്തെ സർക്കാർ, ഇപ്പോഴത്തെ നമ്മളുടെ ദിവാൻ, ബൂഢ ജോഹരി എന്ന് വെച്ചാൽ ഓൾഡ് ക്രാഫ്റ്റ്സാണ്. അതായത് അവിടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാരാണ്, നമ്മളുടെ ഇപ്പോഴും ഉള്ള ദിവാനാണ്. ആഡ്മേ ബെഹട്ടാ ഹുവ, ആഡ്മേ വെച്ചാൽ കവർ എന്ന് വെച്ചാൽ അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടോ, ഒളിച്ചിരുന്നല്ല, പക്ഷെ ദൂരെ ഇരുന്നതെല്ലാം കാണുന്നുണ്ട്. ദേഖ് രഹാത്താക്കി ഇൻ ബഗ്ലോ മേ ഹൻസ് കഹാ ചുപാ, ഈ കൂട്ടത്തിൽ ഹൻസ് ആരാണ്, ശരിക്കത്തെ റിയൽ ആയിട്ടുള്ള ഇതിന് യോഗ്യനായിട്ടുള്ള വ്യക്തി ആരാണെന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. एक दिन नए फैशन वाले को सोचे कि आपस में हॉकी का खेल हो जाए. ഈ പുതിയ ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ അവരിങ്ങനെ ചിന്തിച്ചു, അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി, നമുക്കെന്താ ഹോക്കി കളിച്ചാലോന്നോ. यह प्रस्ताव हॉकी के मंजे हुए खिलाड़ियों ने पेश किया. ഈ സജഷൻ, പ്രസ്താവ് എന്ന് പറഞ്ഞാൽ സജഷൻ, ആരെ കൊണ്ടുവന്നത്, ഹോക്കി കെ മഞ്ചെ ഹുവേ ഖിലാഡിയോനെ പേശ് കിയ. ഇത് പ്രസൻറ്റ് ചെയ്ത ആരാണ്, ഹോക്കി നല്ലോണം അറിയുന്നവർ, അവരാണ് ഇത് വന്ന് പ്രസൻറ്റ് ചെയ്തത്. അവരല്ലേ ഇത് പറയുള്ളൂ, അറിയാത്തവരാരും ഹോക്കി കളിക്കാമെന്ന് പറയില്ലല്ലോ ഇങ്ങനെ ഒരു മത്സരത്തിന് വന്ന ശേഷം. യഹ ബി തോ ആഖിർ ഏക് വിദ്യ, ഇതും ഒരു വിദ്യ തന്നെയല്ലേ, ഇതും ആഖിർ എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഒരു വിദ്യ തന്നെയല്ലേ. ഇസേ ക്യോ छिपारखे, ഇതിനെന്തിനും ഒളിപ്പിച്ച് വെക്കണം. സംഭവ കുछ हाथों की सफाई ही काम कर जाए. हाथों की सफाई എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾ വർക്ക്. ഒരു കാര്യത്തിൽ നല്ല സ്കിൽഡ് ആണെങ്കിൽ, നമുക്കൊരു കാര്യം നല്ലോണം അറിയുന്നെങ്കിൽ നമുക്കെന്താ അത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാത്തോക്കി സഫായി എന്ന് വെച്ചാൽ സ്കിൽഫുൾ വർക്ക്. അപ്പോൾ സംഭവ ചാൻസ് ഉണ്ട്, എന്താ കുछ ഹാത്തോക്കി സഫായി കാമായേ, അതായത് ഇങ്ങനത്തെ ട്രിക്കുകൾ തന്നെ വർക്കായാലോ, ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദിവാനാക്കിയാലോ എന്ന്. चलिए तय हो गया, फील्ड बन गई, खेल शुरू हो गया और गेंद किसी दफ्तर के अप्रेंटिस की तरह ठोकर खाने लगी. എല്ലാം തീരുമാനിച്ചു, ഫീൽഡും റെഡിയായി, കളിയും തുടങ്ങി. ഹോക്കിയുടെ ബോള് ഒരു ഓഫീസറിൻ്റെ അപ്രൻറ്റിസ് അസിസ്റ്റൻറ്റിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വാങ്ങിക്കാൻ തുടങ്ങി. റിയാസത്ത് ദേവ്ഗഡ് में यह खेल बिल्कुल निराली बात थी. ദേവ്ഗഡിൽ ഇതൊരു യുണീക്കായിട്ട്, ഇതൊരു പൊതുവേ നടക്കാത്തൊരു സംഭവമാണ്. പढ़े लिखे भले मानुस लोग शतरंज और ताश जैसे गंभीर खेल करते. ഇവിടെ എന്താ പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉള്ള വലിയ ആൾക്കാരെന്താ കളിക്കുക, ചെസ്സും കാർഡ്സും ഒക്കെ ചീട്ടൊക്കെയാണ് കളിക്കാറ്, വലിയ ഗൗരവമുള്ള കളികളെ കളിക്കാറുള്ളൂ. ദോഡ് കൂദ് കെ ഖേൽ ബച്ചോं के खेल समझे जाते थे. ഈ ഓടിച്ചാടിയുള്ള കളിയൊക്കെ പിള്ളേരുടെ കളിയാണെന്നാണ് കരുതാറുള്ളത്. खेल बड़े उत्साह से जारी थे. दावे के लोग जब गेंद को लेकर तेजी से उड़ते तो ऐसा जान पड़ता था कि कोई लहर बढ़ती चली आती है. കളി നല്ല ഉത്സാഹത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ദാവേക്ക് ലോഗ് ഇങ്ങനെ കളിയിൽ അറ്റാക്കേഴ്സും ഡിഫൻഡേഴ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സൈഡിലെ ആൾക്കാർ ബോളും കൊണ്ട് പോകുമ്പോഴത്തേക്കും വേഗത്തിൽ ബോളും കൊണ്ട് പോകുമ്പോഴത്തേക്കും എന്താ തോന്നുന്നത്, ഒരു തിരമാല വരുന്നത് പോലെ, തിരമാല മുമ്പിലോട്ട് വരുന്നത് പോലെയാണ് തോന്നാറ്. लेकिन दूसरी ओर के खिलाड़ी इस बढ़ती हुई लहर को इस तरह रोक लेता है जैसे मानो ലോഹേ की दीवार हो. അപ്പം എന്താ, മറു സൈഡിലെ ആൾക്കാർ ഈ ഒഴുകി വരുന്ന ഈ മുമ്പിലോട്ട് ഇങ്ങനെ അടിച്ചു വരുന്ന തിരമാലേനെ ലോഹയ്ക്ക് ദീവാർ, ലോഹം കൊണ്ടുണ്ടാക്കിയ ദീവാർ, മതിൽ പോലെ ഇതിനെ നിർത്തും, ഈ വേവിനെ നിർത്തും. അതുപോലെയാണ് തിരിച്ചവർ ഈ വരുന്നവരെ നിർത്തുന്നത്. സന്ധ്യ തക് യഹി ധൂംധാം രഹി. സന്ധ്യ ആവുന്നവരേക്കും ഈ കളി ഇങ്ങനെ നല്ല ഒരു സെലിബ്രേഷൻ പോലെ നടന്നു. ലോക് പസീനെ സെ തർ ഹോ ഗए. എല്ലാവരും ഇങ്ങനെ വേർത്ത് കുളിക്കുകയാണ്. ഖൂൻ കി ഗർമി ആങ്ക് ഓർ ചെഹരെ മേ ഝലക് രഹി തി. ചെഹരെ സെ ഝലക് രഹി തി. അതായത് നമ്മുടെ രക്തം ഇങ്ങനെ ചൂടാവുന്നത് അവരുടെ കണ്ണിലും മുഖത്തുമൊക്കെ നമുക്ക് കാണാം. ഹാഫ്തെ ഭേദം ഹോ ഗए. ഹാഫ്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ കിതച്ച് അവരുടെ ആകെ ഭേദം, അവരുടെ ശക്തിയൊക്കെ പോയി, ആകെ ക്ഷീണിച്ചു. ലേക്കിൻ ഹാർ ജീത് കാ നിർണയ് നാ ഹോ സക. എന്നിട്ടും ആരെ ജയിച്ച ആരെ തോറ്റെന്നുള്ള ഇത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചില്ല. അന്ധേര ഹോ ഗയാ താ. ഇരുട്ടായി, വൈകുന്നേരമായി. ഇസ് മൈദാൻ സെ ജറാ ദൂർ ഹട്ട്കർ ഏക് നാലാ താ. മൈതാനത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടൊരു ഒരു ഗട്ടറുണ്ടായിരുന്നു, ഒരു ചെറിയൊരു തോടുണ്ടായിരുന്നു. ഉസ് പർ കോയി പുൽ നാ താ. അവിടെ ഒരു ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നു, ഒരു പാലവും ഇല്ല അതിന്. പതിക്കോ നാലേമേസെ ചൽക്കർ ആന പടുത്ത. ഈ പതിക്കെന്ന് പറഞ്ഞാൽ നടക്കുന്നവർ, കാൽനടക്കാർക്ക് എന്താ അതിലൂടെ, ആ തോടിലൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് പോകേണ്ടി വരും. खेल अभी बंद ही हुआ था और खिलाड़ी लोग बैठे दम ले रहे थे कि एक किसान अनाज से भरी हुई गाड़ी लिए हुए उस नाले में आया. ഈ കളിക്കാരൊക്കെ കളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഒരിടത്തിരുന്ന് ഇങ്ങനെ ഒന്ന് വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കർഷകൻ അനാജ് വരി, ഈ ധാന്യങ്ങളൊക്കെ നിറഞ്ഞൊരു വണ്ടിയുമായിട്ട് ആ തോട്ടിലൂടെ ഒന്ന് പോവുകയായിരുന്നു. लेकिन कुछ तो नाले में कीचड़ था और कुछ उसकी चढ़ाई इतनी ऊंची थी कि गाड़ी ऊपर न चढ़ सकती थी. ആ തോട്ടിൽ നല്ല ചേറ് നിറഞ്ഞിരിക്കുകയായിരുന്നു ഒരു ഭാഗത്ത്. പിന്നെ അതിന് ഒരു ഭാഗത്തിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ ഇറങ്ങി, പക്ഷേ കയറ്റാൻ പറ്റുന്നില്ല. വ കബി ബേലോं को ललकारता कभी पहियों को हाथ से ढकेलता, लेकिन बोझ अधिक था और बैल कमज़ोर. നമ്മളുടെ കർഷകൻ എന്ത് ചെയ്തു, കർഷകനിങ്ങനെ അവിടുത്തെ നമ്മളുടെ ബേലിനെ ഇങ്ങനെ തട്ടിങ്ങനെ, നമ്മളിങ്ങനെ പശുവിനൊക്കെ ഇങ്ങനെ തട്ടില്ലേ, കാളവനെ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും അത് മുമ്പിലോട്ട് പോകാൻ വേണ്ടി നമ്മളതിനെ അടിക്കും. പക്ഷേ ഇത് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം അങ്ങനെ കാളകളെ തട്ടി. പിന്നെ എന്ത് ചെയ്തു, ചക്രത്തിന് അദ്ദേഹം സ്വയം ഇറങ്ങിയിട്ട്, നമ്മളുടെ കർഷകൻ സ്വയം ഇറങ്ങിയിട്ട് ചക്രം തള്ളി നോക്കി. എന്നിട്ടും ഇത് പോകുന്നില്ല. കാരണം എന്താ, ഭാരം കൂടുതലാണ്. പിന്നെ നമ്മളുടെ കാള ഭയങ്കര തളർന്നു, ഭയങ്കര വീക്കായി, അതിന് താങ്ങാൻ പറ്റുന്നില്ല. गाड़ी ऊपर को ना चढ़ती और चढ़ती भी तो कुछ दूर चढ़कर फिर खिसक कर नीचे पहुंच जाती. ആ വണ്ടിയുടെ ചക്രത്തിന് ഇങ്ങനെ മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. കുറച്ചങ്ങ് പോയാൽ അതുപോലെ തന്നെ തെന്നി തിരിച്ച് വരുന്നു, കാരണം വെയിറ്റ് കൂടുതലാണല്ലോ. ഖിസക്കർ എന്ന് പറഞ്ഞാൽ സ്ലിപ്പായിട്ടത് താഴേക്ക് തിരിച്ചു വന്നു. കിസാൻ ബാർ ബാർ जोर लगाता और बार बार झुंझलाकर बैलों को मारता. കിസാൻ, നമ്മുടെ കർഷകൻ പിന്നെ നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്തു, കുറേ ബലം പ്രയോഗിച്ചു. ഓർ ബാർ ഝുഞ്ചലാക്കർ ബേലോക്ക് മാറ്റും. പിന്നെയും ദേഷ്യത്തിൽ എന്താ നമ്മളുടെ കാളേനെ അടിക്കാൻ തുടങ്ങി. ലേക്കിൻ ഗാഡി ഉബർനേക്കാൾ നാം നാലെത്തി. എന്നിട്ടും വണ്ടി മുകളിലോട്ട് പോകുന്ന ലക്ഷണം കാണുന്നില്ല. बेचारे इधर उधर निराश होकर ताकता मगर वहाँ कोई सहायक नज़र न आता. പാവപ്പെട്ട കർഷകൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക ഇങ്ങനെ ശ്രദ്ധിച്ച്. പക്ഷെ ആ ചുറ്റും ആരും സഹായിക്കാൻ ആരുമില്ല. ഗാഡിക്കോ അക്കേലെ ചോദിക്കാൻ കഹി ജാബി നെയ് സക്ത. വണ്ടി അവിടെ ഒറ്റയ്ക്ക് വെച്ചിട്ട് പോകാനും പറ്റില്ല. ബടി ആപത്തിമേ ഫസാ ഹുവാ താ.
വലിയൊരു ട്രബിളിൽ പെട്ടിരിക്കുന്നു, വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു അദ്ദേഹം. इसी बीच में खिलाड़ी हाथों में डंडे लिए घूमते घूमते उधर से निकले. ഈ സമയത്താണ്, ഇദ്ദേഹം ഇങ്ങനെ പെട്ട് കിടക്കുന്ന സമയത്താണ് കളിക്കാൻ പോയവരൊക്കെ, കളിക്കാരൊക്കെ എന്താ കയ്യിൽ ഹോക്കി സ്റ്റിക്കൊക്കെ എടുത്ത് ആ വഴിക്ക് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നത്. किसान ने उनकी तरफ सहमी हुई आंखों से देखा, परंतु किसी से मदद मांगने का साहस न हुआ. അദ്ദേഹം, നമ്മളെ കർഷകൻ ഇങ്ങനെ വളരെ പേടിച്ച് ഇവരുടെ മുഖത്തോട്ട് നോക്കുകയാണ്, ഇവരുടെ ഭാഗത്തോട്ട് നോക്കുകയാണ്. പക്ഷെ അവരോട് സഹായം ചോദിക്കാനുള്ള ധൈര്യമില്ല. खिलाड़ियों ने भी उसको देखा मगर बंद आंखों से, जिनमें സഹാനുഭൂതി നാദി. ആ കളിക്കാർ, ആ വഴി പോകുന്ന കളിക്കാർ ഇദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തെ നോക്കി, പക്ഷേ കണ്ണടച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ എന്താ ഒരു ദയോ സഹാനുഭൂതിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നോക്കിയിട്ട് പോയി. ഉന്മേ സ്വാർത്ഥത മദ് था मगर उदारता और വാത്സല്യ का नाम भी ना था. അവരുടെ ഉള്ളിൽ അവർ ഭയങ്കര സെൽഫിഷായിരുന്നു. ഈ കളിച്ചിട്ട് പോയ ഖിലാഡിയൊക്കെ അവരുടെ ഉള്ളിൽ ജനറോസിറ്റി, കൈൻഡ്നെസ്സോ ദയോ ഒന്നുമില്ലായിരുന്നു. लेकिन उसी समूह में एक ऐसा मनुष्य था जिसके हृदय में दया थी और साहस था. ആ കൂട്ടത്തിൽ, ക്രൗഡ്, സമൂഹം എന്ന് പറഞ്ഞാൽ ക്രൗഡ്, ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നല്ല ദയയും സാഹസവും ഉള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ആജ് ഹോക്കി खेलते हुए उसके पैरों में चोट लग गई थी. അന്ന് ഹോക്കി കളിക്കുന്ന സമയത്ത് അത് ആ കളിക്കാരൻ്റെ കാലിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. लंगड़ाता हुआ धीरे धीरे चला आता था. അദ്ദേഹം ഇങ്ങനെ, കാലിന് വയ്യല്ലോ, കല്ല് മുറിവേറ്റുകൊണ്ട് ഇങ്ങനെ ചട്ടി അദ്ദേഹം ഇങ്ങനെ പതിയെ പതിയെ വരികയാണ്. അകസ്മാത് ഉസ്കി നിഗാഹ് ഗാഡി പർ പടി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ കുഴിയിൽപ്പെട്ടിരിക്കുന്ന വണ്ടിയിലോട്ട് വീണു. ടിടക് ഗയ, അദ്ദേഹം നിന്നു. ഉസ്നെ കിസാൻ കി സൂരത് ദേഖ്തേ ഹി സബ് ബാത്തേ ഗ്യാത് ഹോ ഗയി. അദ്ദേഹത്തിന് ആ കർഷകൻ്റെ മുഖം കണ്ടപ്പോഴേ എല്ലാം മനസ്സിലായി, ഇങ്ങനെ പെട്ട് കിടക്കുകയാണെന്നും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും നമ്മളുടെ കളിക്കാരന് മനസ്സിലായി. ठंडा एक किनारे रख दिया, कोट उतार डाला और किसान के पास जाकर बोला, मैं तुम्हारी गाड़ी निकाल दूँ. അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലായല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു, കയ്യിലുള്ള ഹോക്കി സ്റ്റിക്ക് ഇടത്തോട്ട് വെച്ചിട്ട് കോട്ട് ഊരിയിട്ട് കിസാൻ്റെ അടുത്തോട്ട് പോയിട്ട് ചോദിച്ചു, ഞാൻ നിൻ്റെ വണ്ടി ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് തരട്ടെ. किसान ने देखा एक घटे हुए बदन का लंबा आदमी सामने खड़ा था. ഒരു നല്ല ഹൈറ്റുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുകയാണ്. കിസാൻ ഇങ്ങനെ കണ്ടു. झुककर बोला, हुजूर मैं आपसे कैसे कहूँ. നമ്മുടെ കർഷകൻ ഇങ്ങനെ കുഞ്ഞിനെറ്റ് കുമ്പിട്ടിട്ട് പറഞ്ഞു, സർ ഞാൻ എങ്ങനെ താങ്കളോട് ഇത് പറയും. युवक ने कहा, मालूम होता है तुम यहाँ बड़ी देर से फंसे हो. എനിക്ക് മനസ്സിലായി നീ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ പെട്ടിരിക്കുകയാണെന്ന്. अच्छा तुम गाड़ी पर जाकर बैलों को साधो, मैं पहियों को ढकेलता हूँ. अभी गाड़ी ऊपर चढ़ जाती है. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കളിക്കാരനാണല്ലോ ഇദ്ദേഹത്തിനെ സഹായിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയിൽ കയറിയിരുന്നിട്ട് കാളകളെ തല്ലി അങ്ങനെ മുമ്പിലോട്ടാക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ചക്രങ്ങളെ തള്ളാം, അപ്പോഴത്തേക്കും വണ്ടി കുഴിയിൽ നിന്ന് പുറത്താകുന്നു. കിസാൻ ഗാഡി പർ ജാ ബേട്ട. കർഷകൻ എന്ത് ചെയ്തു, പോയി വണ്ടിയിലിരുന്നു. യുവക് നെ पहिए को जोर लगाकर उकसाया. യുവക്, ഈ യങ്ങായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, പോയിട്ട് നല്ല ശക്തിയോടെ ജോർ ലഗാക്കർ ആ ചക്രം ഇങ്ങനെ തള്ളി. കീച്ചഡ് ബഹുത് ജ്യാദാ താ. അവിടെ ചെളി ഭയങ്കര കൂടുതലായിരുന്നു. വ घुटने तक ज़मीन में गड़ गया लेकिन हिम्मत न हारी. അതായത് മുട്ട വരേക്കും ചെളിയായി. അങ്ങനെ മുട്ട ഇറക്കം അത്രയും കുഴി വരേക്കും അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നിന്ന്, ആ ചെളിയിൽ ഇറങ്ങി നിന്നു. പക്ഷെ എന്നിട്ടും ഹിമ്മത്ത് എന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ. അദ്ദേഹം ചെയ്യാൻ ഇറങ്ങിയത് ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ അത്രയും കുഴിയിൽ ഇറങ്ങിയിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം നിർത്തിയില്ല, അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഉസ്നെ ഫിർ ജോർ കിയ. പിന്നെ അദ്ദേഹം ശക്തിയോടെ തള്ളി. ഉദർ കിസാനെ ബേലോങ്കോ ലൽക്കാര. അവിടെ വണ്ടീൻ്റെ മേലെന്താ, കിസാൻ, ആ കർഷകൻ എന്താണ്, കാളനിങ്ങനെ അടിക്കുകയാണ്.
बैलों को सहारा मिला, हिम्मत बंध गई। उन्होंने कंधे झुकाकर एक बार जोर किया तो गाड़ी നാലേക്ക് ഊപ്പത്തെ. അപ്പോൾ നേരത്തെ ഈ ഭാരം കൂടുതലായതുകൊണ്ടും ഈ കാളകളോ ഒക്കെ അധികം ബലമില്ലാത്തതുകൊണ്ടാണല്ലോ വലിക്കാൻ പറ്റാഞ്ഞത് വണ്ടീനെ. ഇപ്പം എന്താണ്, ഇപ്പോൾ പുറകിൽ ആ യുവക് ഇങ്ങനെ തള്ളുന്നുണ്ട്, ആ ചക്രത്തിന് നല്ല ബലം കൊടുത്ത് തള്ളി മുകളിലോട്ട് കയറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്താ, കാളകൾക്കൊരു സഹായമായി. അപ്പോൾ കാളകൾ നല്ല ശക്തിക്ക് എന്താ മുമ്പിലോട്ട് വലിച്ചു. വണ്ടി കാളവണ്ടി എന്താ ആ കുഴിയിൽ നിന്ന്, ആ തോട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നു. കിസാൻ യുവക് കെ സാമനെ ഹാത്ത് ജോഡ്കർ ഖടാ ഹോ ഗയ. നമ്മളുടെ കർഷകൻ ഈ യുവാവിൻ്റെ മുമ്പിൽ പോയിട്ട് കൈ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്. കൈ ഇങ്ങനെ ഹാത്ത് ജോഡ്കർ ഖടാ ഹോ ഗയ. ബോല, കൈ കൂപ്പി നിൽക്കുകയാണ്, കൈ കുമ്പിട്ടല്ല, കൈ കൂപ്പി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മഹാരാജ് आपने आज मुझे उबार लिया, नहीं तो सारी रात मुझे यहाँ बैठना पड़ता. അദ്ദേഹം കർഷകൻ ഇയാളോട്, യുവാവിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ എന്താ ഇങ്ങനെ മുകളിലോട്ട് കയറ്റി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വന്നേനെ. യുവകിനെ ഹസ്കർ കഹ, अब मुझे कुछ इनाम देते हो. ആ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എനിക്ക് എന്തെങ്കിലും പ്രൈസ് താ, ഞാൻ ഇത് എന്തെങ്കിലും പ്രൈസ് തരുന്നുണ്ടോ, ഞാൻ ഇത്രയും ചെയ്തില്ലേന്ന്. किसान ने गंभीर भाव से कहा, नारायण चाहेंगे तो दीवानी आपको ही मिलेगी. അപ്പോൾ കിസാൻ ഇങ്ങനെ ഗംഭീരമായ ഭാവത്തിൽ പറയുകയാണ്, ദൈവം വിചാരിക്കുകയാണെങ്കിൽ ദിവാനി നിങ്ങൾക്ക് തന്നെ ലഭിക്കട്ടെ. യുവക് നെ കിസാൻ കെ തരഫ് ഗൗർ സെ ദേഖ. ആ യുവാവ് ആ കർഷകനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഉസ്കെ മൻ മേ ഏക് സന്ദേഹ ഹുവ. ആ യുവാവിനൊരു സന്ദേഹം, ഒരു ഡൗട്ട് തോന്നുകയാണ്. ക്യാ യ സുജാൻ സിംഗ് തോ നെയ് ഹെ, ഇത് സുജാൻ സിംഗ് അല്ലല്ലോ. ആവാസ് മിൽത്തി ഹെ, ചെഹറ മോറ ഭി വഹി. ശബ്ദം ഏകദേശം അതുപോലെയാണ്, അതുപോലെ തന്നെ മുഖവും ഏകദേശം അതുപോലെ ഉണ്ട്, മുഖം അതുപോലെ തന്നെ. കിസാൻ ने भी उसकी ओर तीव्र दृष्टि से देखा. നമ്മളെ കർഷകൻ തിരിച്ച് അദ്ദേഹത്തെ നല്ല സൂക്ഷിച്ച് നോക്കുകയാണ്. ഷായദ് ഉസ്കെ ദിൽ കെ സന്ദേഹ കോ ഭാം ഗയ. ഷായദ് എന്ന് വെച്ചാൽ മേ ബി, ചിലപ്പോൾ ആ യുവാവിന് ഇങ്ങനെ സംശയം തോന്നുന്നുണ്ട് എന്ന കാര്യം സുജാൻ സിംഗിന് മനസ്സിലായി കാണും. മുസ്കുരാക്കർ ബോല, ഗഹരെ പാനി മേ പേട്നെ സെ ഹി മോത്തി മിൽത്ത ഹെ. എന്നിട്ട് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട്, കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഗഹരെ എന്ന് വെച്ചാൽ ഡീപ്പ്, പാനി മേ പേട്നെ സെ ഹി മോത്തി മിൽത്ത. അതായത് വെള്ളത്തിൽ ആഴത്തിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താണ് മോത്തി എന്ന് വെച്ചാൽ പേള് കിട്ടുകയുള്ളൂ. പേൾ എന്ന് പറഞ്ഞാൽ മരതകം, അത് കിട്ടുള്ളൂ. അതിന് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങണം. നിദാൻ മൈന പൂരാ ഹുവ. ആ ഒരു മാസം അങ്ങനെ തീർന്നു. ചുനാവ് കാ ദിന ആ പहुंचा. സെലക്ഷൻ്റെ ഡേ വന്നു, അത് അവസാന റിസൾട്ട് വരുന്ന ദിവസമായി. ഉമ്മീദ്വാർ ലോग प्रातःकाल ही से अपनी किस्मतों का फैसला सुनने के लिए उत्सुक थे. ഈ കാൻഡിഡേറ്റ്സൊക്കെ രാവിലെ തന്നെ എന്താ അവരുടെ റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര ഈഗറായിട്ടിരിക്കുക, ഭയങ്കര ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. ദിൻ കാട്ന പഹാഡ് ഹോ ഗയ. ആ ദിവസം അങ്ങ് കഴിച്ചുകൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അവർക്ക്. പ്രത്യേക ചെഹരെ പർ ആശ ഓർ നിരാശ കെ രംഗ് ആത്തെ थे. എല്ലാവരും ഓരോരുത്തരുടെ മുഖത്ത് ആശയും നിരാശയും ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. നഹി മാലൂം ആജ് കിസ്കെ നസീബ് ജാओगे, न जाने किस पर ലക്ഷ്മി की കൃപാദൃഷ്ടി होगी. നമുക്കറിയില്ല ആർക്കായിരിക്കും ഇന്ന്, ആർക്കായിരിക്കും ഈ വിധി, ഈ ഇത്രയും എന്താ പറയുക, ഈ ചാൻസ് കിട്ടാൻ പോകുന്നത്, ആരെയാണ് ലക്ഷ്മി കൃപ ചൊരിയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ഇന്ന്. സന്ധ്യാസമയ രാജാ സാഹബ് കാ ദർബാർ സജായ ഗയ. സന്ധ്യാസമയത്ത് നമ്മളുടെ ദിവാൻ്റെ രാജാവിൻ്റെ രാജാ സാഹബ് की ദർബാർ डेकोरेट ഒക്കെ ചെയ്തു. शहर के रईस और धनाढ़ लोग, राज्य के कर्मचारी और दरबारी तथा दीवानी के उम्मीदवारों का समूह सब रंग बिरंगी सज धज बनाए दरबार में ആ വിരാജ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തല്ലോ. അവിടെ റയീസ്, റോയൽ ആൾക്കാർ, പിന്നെ ധനാഢ്യ, റിച്ച് ആയിട്ടുള്ള വെച്ചാൽ ഒത്തിരി പൈസയൊക്കെ ഉള്ളവർ, പിന്നെ രാജകീയ കർമ്മചാരി,
ഓഫീസേഴ്സ്, ഗവൺമെൻറ് ഓഫീസേഴ്സ്, പിന്നെ ദർബാറിലുള്ളവരും പിന്നെ ഈ മത്സരാർത്ഥികളൊക്കെ അവിടേക്ക് വന്നു. ഉമ്മീദ്വാരോക്ക് കലേജ് ധടക് രഹത്തെ, അവിടെയൊക്കെ നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ कैंडिडेट्सൻ്റെ. जब सरदार सुजान सिंह ने खड़े होकर कहा, मेरे दीवानी के उम्मीदवार महाशयों, मैंने आप लोगों को जो कष्ट दिया उसके लिए मुझे क्षमा कीजिए. इस पद के लिए ऐसे पुरुष की आवश्यकता थी जिसकी हृदय में दया और साथ साथ आत्मबल. സുജാൻ സിംഗ് എന്നിട്ട് പറയുകയാണ്, ഈ വന്ന കാൻഡിഡേറ്റ്സിനോടൊക്കെ പറയുകയാണ്, നിങ്ങളെ കഷ്ടപ്പെടുത്തിയതിൽ ക്ഷമിക്കുക, എന്നോട് ഈ പൊസിഷനിലേക്ക് ഞാൻ പോയി കഴിഞ്ഞുള്ള ഈ ദിവാനിയുടെ എന്ന പൊസിഷനിലേക്ക് ആവശ്യമുള്ള വ്യക്തിയിൽ അവരുടെ ഹൃദയത്തിൽ ദയയും വേണം, സാത്ത് സാത്ത് ആത്മബൽ, സെൽഫ് കോൺഫിഡൻ്റ് ആയുള്ള ഒരാളെയായിരുന്നു വേണ്ടത്. ഹൃദയ വജോ ഉദാർ ഹോ, വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള. ആത്മബൽ വജോ आपत्ति का वीरता के साथ सामना करे और इस रियासत के सौभाग्य से हमें ऐसा पुरुष मिल गया. ഓക്കെ, എങ്ങനത്തെ ആളെ വേണ്ടെന്ന് പറയുന്നത് ഹൃദയത്തിൽ നല്ല കരുണയുള്ള വ്യക്തി, അതുപോലെ തന്നെ ആത്മബലമുള്ള സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് വേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപത്തിൻ്റെ സമയത്തും ഭയങ്കര ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിനെയാണ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്കങ്ങനെ ഒരു വ്യക്തിനെ ഇത്തവണ കിട്ടി. ऐसे गुणवान संसार में कम है और जो है वे कीर्ति और मान के शिखर पर बैठे हुए. ഇങ്ങനത്തെ ആൾക്കാർ, ഇങ്ങനത്തെ ഗുണമുള്ള ആൾക്കാർ, മനസ്സിൽ കരുണയും അതേസമയം ഭയങ്കര സെൽഫ് കോൺഫിഡൻറ്റും ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണുള്ളത് ഈ ലോകത്ത്. ആ ഉള്ളവരാണെങ്കിലും വലിയ വലിയ പൊസിഷനിൽ ഓൾറെഡി ഇരിക്കുന്നവരാണ്. ഉൻ തക് ഹമാരി പहुँच नहीं है. അവരുടെ അവിടം വരേക്ക് എനിക്ക് എത്തില്ല. അവരോട് വന്നിട്ട് ദീവാനാവാൻ പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. रियासत के पंडित जानकी नाथ को दीवानी पाने पर बधाई देता हूँ. അദ്ദേഹം വിന്നറിൻ്റെ പേര് പറയുകയാണ്, ജാനകിനാഥ്. അദ്ദേഹം ഒരു പണ്ഡിതാണ്. അദ്ദേഹത്തിനോട് ദീവാൻ ആയതിൽ കൺഗ്രാജുലേഷൻസ് കൂടെ പറയുകയാണ്. ബധായി എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻസ്. അതായത് ഹൃദയത്തിൽ കരുണയും അതേസമയം സെൽഫ് കോൺഫിഡൻറ്റും ആയിട്ടുള്ള നമ്മൾ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജാനകിനാഥ്. रियासत के कर्मचारियों और रईसों ने जानकीनाथ की तरफ देखा. അവിടുത്തെ ഓഫീസേഴ്സും അവിടുത്തെ റോയൽ ആൾക്കാരൊക്കെ ജാനകിനാഥിൻ്റെ അങ്ങോട്ട് നോക്കിയാണ്. उम्मीदवार दल की आंखें उधर उठी, मगर उन आंखों में सत्कार था, इन आंखों में ईर्ष्या. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സും കണ്ണുകളും നമ്മളുടെ ജാനകിനാഥിലോട്ട് വീണു. പക്ഷേ നമ്മളുടെ കർമ്മചാരി റോയൽ ആൾക്കാരുടെയും ഓഫീസേഴ്സിൻ്റെയൊക്കെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്? സത്കാർ, റെസ്പെക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ജാനകിനാഥിന് വേണ്ടി. പക്ഷേ നമ്മളുടെ ബാക്കി കാൻഡിഡേറ്റ്സിൻ്റെ കണ്ണിൽ ഈർഷ്യ, ജലസി, അസൂയായിരുന്നു. സർദാർ സാഹബ് നെ ഫിർ ഫർമായ, നമ്മുടെ സർദാർ സുജാൻ സിംഗ് പിന്നെ പറയുകയാണ്, आप लोगों को यह स्वीकार करने में कोई आपत्ति न होगी कि जो पुरुष स्वयं जख्मी होकर भी एक गरीब किसान की भरी हुई गाड़ी को दलदल से निकालकर नाले के ऊपर चढ़ा दे, उसके हृदय में साहस, आत्मबल और उदारता का वास है. നിങ്ങൾക്ക് ഈ കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ പുരുഷ് സ്വയം സഖ്മി ഹോക്കർ, ഒരാൾ വ്യക്തി സ്വയം ഇഞ്ചേർഡാണ്, പക്ഷേ എന്നിട്ടും ഒരു കഷ്ടപ്പെട്ട ഒരു പാവം കർഷകനെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വണ്ടി ഇങ്ങനെ ദലതെന്ന് വെച്ചാൽ ഒരു ചെളിക്കുഴിയിൽ വീണിട്ട് അതിൽ നിന്ന് പുറത്തെടുക്കാൻ സ്വയം ഇഞ്ചേർഡായിട്ടും അങ്ങനെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സാഹസവും ആത്മബലവും ഉദാരത, കൈൻഡ്നെസ്സും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ऐसा आदमी गरीबों को कभी न सतावेगा. ഇങ്ങനത്തെ ഒരു വ്യക്തി പാവങ്ങളെ ഒരിക്കലും സത്താന എന്ന് പറഞ്ഞാൽ ട്രബിൾ ചെയ്യാതെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല.
ഉസ്കാ സങ്കൽപ് ദൃഢ ഹെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഉറപ്പിച്ചതാണ്. ജോ ഉസ്കെ ചിത്ത് കോ സ്ഥിർ രഖേഗ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇങ്ങനെ സ്റ്റേബിളാക്കി വെക്കും. വഹ് ചാഹെ ധോഖ ഖാ ജായേ പരന്തു ദയാ ഓർ ധർമ്മ സെ കഭി ന ഹട്ടേഗ, അങ്ങനെ ഒരു വ്യക്തിനെ ആരെങ്കിലും പറ്റിച്ചാൽ പോലും അദ്ദേഹം ധർമ്മത്തെയും ദയയെയും ഒരിക്കലും മറക്കില്ല. പ്രേംചന്ദ്. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.